ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ധ്യാൻ ചേട്ടൻ ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജനുവരി മാസത്തിൽ ഇട്ടൊരു ബോംബിനെ കുറിച്ചാണ്. ഈ സിനിമയിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു പടക്ക കമ്പനിയുടെ മുതലാളിയാണ്. മൂപ്പര് പടക്കം ഉണ്ടാക്കിയിട്ട് അത് ഹോം ഡെലിവറി ചെയ്യും. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടന്റെ ഓഫീസിൽ ചളി പറയാനായിട്ട് സ്റ്റാർ മാജിക്കിൽ ഒരു എംപ്ലോയി ഉണ്ട്. ബോയ്സ് ചേട്ടാ, ബോയ്സ് അതിൽ ഞാനും. ഈ കോമഡി എഴുതിയ ആൾ ഈ സിനിമ കാണുന്നവർക്ക് ഒരു ചിരിക്കാനായിട്ട് ഒരു അരിഷ്ടം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ കോമഡി ഉണ്ട്, ഞാൻ വേഗം ആ സീൻ കാട്ടി തരാം, അല്ലെങ്കിൽ ഇത് ചീഞ്ഞിട്ട് വല്ല പുഴും വരും. ചേട്ടന്റെ പ്രായത്രേ? എന്നോടാണോ? അതെ. മധു. ഈ ചീഞ്ഞ കോമഡി കേട്ട് ഞാനൊന്ന് റീകവറായി വന്നപ്പോഴേക്കും ധ്യാൻ ചേട്ടന്റെ ചേട്ടൻ വന്നിട്ട് അവിടെയുള്ള ഒരുത്തന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ തുണ്ട് കാണും, എന്നിട്ട് ഒരു ചളി അടിക്കും. എന്താടാ ഇത്? നീ ഫോൺ വില ഇരുമ്പ് കടയിലും കൊണ്ട് കൊടുക്കും, കമ്പിക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും. ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു പൊണ്ടാട്ടി ഉണ്ട്. ഒരു ദിവസം പൊണ്ടാട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പൊണ്ടാട്ടി പ്രഗ്നന്റ് ആന്ന് പറയും. ധ്യാൻ ചേട്ടാ, നമുക്ക് കൊച്ചിന്റെ പേര് ജൂനിയർ ബോംബ് സ്റ്റാർ എന്നിട്ടാലോ? പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ പൊണ്ടാട്ടിനെയും കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോവാ, എന്നിട്ട് സ്നേഹിച്ച് കൊല്ലും. മുന്തിരിപ്പാടം പൂത്തു നിക്കണ മുറ്റത്ത് കൊണ്ടുപോവാം, മുത്തുപോലെ നിന്നെ നെഞ്ചിൽ കാത്തു വച്ചോളാം. പിന്നെ ഒരു ദിവസം ധ്യാൻ ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ അവിടെയുള്ള ഒരുത്തൻ പറയും ധ്യാൻ ചേട്ടന്റെ പൊണ്ടാട്ടിയുടെ ഫേക്ക് ഫോട്ടോ ഒരുത്തൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇതറിയുമ്പോ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് മോനെ. ഇങ്ങനെ കാണിക്കുന്നതാണോ ദുഃഖം? ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ വല്ല പോലീസിനെ അറിയിക്കല്ലേ ചെയ്യുക. നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ ആൾ വ്യത്യസ്തനാണ്, അറിയിക്കില്ലേ പോലീസിനെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത് ഒരു പേട്ടപ്പടാണ്. പിന്നെ ഫ്ലാറ്റിൽ എത്തുമ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടൻ ആ ഫോട്ടോയുടെ അടിയിൽ എഴുതിയ ക്യാപ്ഷൻ അനുസരിച്ച് ഭാര്യനെ നോക്കുക, എന്നിട്ട് അങ്ങോട്ടൊക്കെ ക്യാമറ ഫോക്കസ് ആവും. ഗൗരി എന്ന രതികുമാരി. അക്ഷയ സെന്ററിൽ അങ്ങനെ ഒരു സുന്ദരി കോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ. ഇതാരടാ എഴുതി ഡയറക്റ്റ് ചെയ്തേക്കണ? വല്ല നീലക്കുയിലിന്റെ ഓണർ വലുതാണോ? പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ മറ്റേ ഫോട്ടോ ഇട്ട് അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ബൈക്കിന്റെ ബാക്കിൽ ഒരു ന്യൂക്ലിയർ ബോംബ് സെറ്റ് ചെയ്തിട്ട് അവനെ കൊല്ലാനായിട്ട് പോവും. പിന്നെ ധ്യാൻ ചേട്ടൻ മറ്റവനെ കാണും, അപ്പൊ അവൻ പറയും ഇവിടുന്ന് പോയില്ലെങ്കിൽ തോക്ക് എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു. നീ ആരോടെ ചെറുക്ക പറയടാ ഇതൊക്കെ? ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കല്ലേ. പിന്നെ അവനോട് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മറ്റവൻ പറയും വേറൊരു തുണ്ട് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയെന്ന്. എന്നിട്ട് ആ ID ധ്യാൻ ചേട്ടൻ വാങ്ങിയിട്ട് പോവും. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഓരോ തുണ്ട് ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും ആ ഫോട്ടോ ഉണ്ടാവും. അങ്ങനെ എല്ലാത്തിലും കയറി ജോയിൻ ചെയ്യും രാത്രി ഇരുന്നിട്ട്. ധ്യാൻ ചേട്ടാ, നിങ്ങൾ എന്തൊക്കെ ചെയ്യണപ്പ? ഇത് മുത്തുച്ചിപ്പി അച്ഛൻ വായിച്ചിട്ടില്ലേ? മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ആ സൈബർ സെല്ലിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അവനെ പിടിക്കുകയും ചെയ്യുക, 10 മിനിറ്റ് കൊണ്ട് സിനിമയും തീർക്കാം. പിന്നെ ധ്യാൻ ചേട്ടൻ വേറൊരു തുണ്ട് ഗ്രൂപ്പിന്റെ അഡ്മിനെ പോയി കാണും, എന്നിട്ട് അവനോട് ആ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. പിന്നെ ധ്യാൻ ചേട്ടൻ വയലന്റ് ആവും. Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. പിന്നെ ഇങ്ങേരോട് ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ വേറെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാന്ന് വീണ്ടും പറയും. പിന്നെ ഈ സിനിമയിൽ കൊടും ഭീകരനായിട്ടുള്ള ഫോട്ടോ ഉണ്ടാക്കിയ വില്ലനെ കാണിക്കും. മൂപ്പര് ഹാക്ക് ചെയ്യും, അപ്പൊ ഹാക്കിംഗ് എന്നൊക്കെ എഴുതി കാണിക്കും. ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ, അത് മതി. പിന്നെ അവൻ ഭയങ്കര കോടീശ്വരനാണ്. ഇവൻ പിക്സാർട്ടിൽ തല വെട്ടിയിട്ട് ഓരോ ഇമേജിൽ വെക്കണതിന് ഇവന് കോടിക്കണക്കിന് പൈസയ്ക്കാണ് ഓരോ ആൾക്കാർ ആ പടം വാങ്ങാനായിട്ട് ഇവന്റെ അടുത്തേക്ക് വരണേ, ഈ AI ഒക്കെ ഉള്ള കാലത്ത്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഭാര്യ വർക്ക് ചെയ്യണ അക്ഷയ സെന്ററിൽ പോയിട്ട് അന്ന് ഇമേജ് അപ്ലോഡ് ആയ ദിവസം തൊട്ടുള്ള CCTV ചെക്ക് ചെയ്യും. അപ്പൊ അതിൽ ആ മറ്റേ വില്ലനെ കാണും. പിന്നെ ഈ മണ്ടനായിട്ടുള്ള വില്ലൻ ഉണ്ടല്ലോ, അക്ഷയയിൽ കയറുന്നതിന് മുന്നേ പേരും അഡ്രസ്സും നമ്പറും എഴുതി വെക്കില്ല, അതിൽ ഒറിജിനൽ പേരും അഡ്രസ്സും നമ്പറും എഴുതി വെക്കും. ഞാൻ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് നമ്മളതെല്ലാവരും അറിയട്ടെ. പിന്നെ ധ്യാൻ ചേട്ടൻ കറക്റ്റായിട്ട് ഇവന്റെ വീടുള്ള സ്ഥലത്ത് എത്തും. അഡ്രസ്സും കൂടി എഴുതി വെച്ചത് ഏതായാലും നന്നായി, കൃത്യമായിട്ട് എത്താൻ പറ്റും. പിന്നെ ധ്യാൻ ചേട്ടൻ ഇവനെയും കൊണ്ട് അവിടുന്ന് പോവുക, എന്നിട്ട് ഒരു സ്ഥലത്ത് തോണിയില്ലാണ്ട് ഇറക്കി വിടും. ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോകണം.
ആരുടെ ആയാലും മതി. നാണവും മാനവും ഇല്ലാത്തവന് എന്തിനാടാ അണ്ടർവെയർ? പിന്നെ രാത്രിയാകുമ്പോ വില്ലൻ ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവൾ അറിയും. അപ്പൊ അവള് പറയാ, നമ്മൾ ബ്രേക്കപ്പ് ആവാണ്ടിരിക്കണെങ്കിൽ ധ്യാൻ ചേട്ടന്റെ ചേച്ചി നിന്നോട് ക്ഷമിക്കണെന്ന്. ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെ പറയൂ? ആ സ്ത്രീയല്ലേ അവര് നിന്റെ അടുത്ത് മാപ്പ് തന്ന? പിന്നെ അങ്ങോട്ട് ധ്യാൻ ചേട്ടന്റെ പൊണ്ടാട്ടി വന്നിട്ട് ആ വില്ലന്റെ മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കും. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. അങ്ങനെ പടം കഴിഞ്ഞു. ഈ പടത്തിനെ കുറിച്ച് പറയണെങ്കിൽ 916 പേട്ടപ്പടാണ്.